അസ്സലാമു അലൈക്കും. നബിദിനം ക്യുസ്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വായിക്കപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഖുർആൻ. ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ വടികൊണ്ട് അണി ശരിയാക്കിയപ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സ്വഹാബി? ഉത്തരം സവാദ് റളിയല്ലാഹു അൻഹ. ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഉത്തരം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക? ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക അടിമ? ഉത്തരം മാരിയത്തുൽ കിബ്തിയ റളിയല്ലാഹു അൻഹ. മറഞ്ഞ രൂപത്തിൽ ഒരാൾക്ക് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. ആ വ്യക്തി ആര്? നജ്ജാശി രാജാവ്. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ റൂമിൽ വെച്ച് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിട്ടുള്ളൂ. ഏതാണ് ആ ഭാര്യ? ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിച്ച ഏക ഭാര്യ? ഉത്തരം സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം? ഉത്തരം ഫാത്തിമ റളിയല്ലാഹു അൻഹ. കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ? ഉത്തരം മൂസ അലൈഹിസ്സലാം. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ? ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാം. നബിയുടെ കുടുംബനാമം? ഉത്തരം ബനു ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നടത്തിയ കാലം? ഉത്തരം 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ പ്രബോധനം നടത്തിയ കാലം? ഉത്തരം 10 വർഷം. ആദം നബിയുടെ 2 പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹാബീൽ, കാബീൽ. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം? ഉത്തരം മറിയം ബീവി. ലോക വനിതകളിൽ അല്ലാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ? ഉത്തരം മറിയം ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്തയാളെ ഖുർആൻ 10ഓളം തവണ ആക്ഷേപിച്ചിട്ടുണ്ട്. ആരാണ് അയാൾ? വലീദ് ബിനു മുഗീറ. ഏറ്റവും ആദ്യമായി രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം? ഉത്തരം മുവത്ത, മാലിക്കി ഇമാം. ഖുർആനിന്റെ സൂക്ഷിപ്പുകാരി? ഉത്തരം ഹഫ്സ റളിയല്ലാഹു അൻഹ. ഒറ്റത്തവണ പൂർണ്ണമായി അവതരിച്ച സൂറത്ത്? ഉത്തരം സൂറത്തുൽ അൻആം. ഉമർ റളിയല്ലാഹു അൻഹു മനംമാറ്റത്തിനിടയാക്കിയ സൂറത്ത് ഏത്? ഉത്തരം സൂറത്ത് ത്വാഹ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്? ഉത്തരം ആയത്തുദ്ദൈൻ. അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏത്?
സൂറത്തുൽ അസ്ർ. മിഅ്റാജിൽ അല്ലാഹുവുമായി സംഭാഷണം നടന്ന സ്ഥലം. ഉത്തരം സിദ്റത്തുൽ മുൻതഹ. മിഹ്റാജ് യാത്രയിൽ ആദ്യമെത്തിയ സ്ഥലം. ഉത്തരം ബൈത്തുൽ മുഖദ്ദസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്തതാരെ? ഉത്തരം സൈനബ് ബിൻത് ജഹ്ഷ്. ഫാത്തിഹക്ക് എത്ര പേരുണ്ട്? ഉത്തരം 20 പേരുകൾ. ഫാത്തിഹയിലെ സൂക്തങ്ങളിലെ എണ്ണം. ഉത്തരം 7. ഏത് സൂറത്ത് അവതരിപ്പിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? ഉത്തരം സൂറത്ത് ഫാത്തിഹ. നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് പ്രബോധനം നടത്തിയത്? ഉത്തരം 900. ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം ഫാത്തിഹ. അതിഥികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇബ്രാഹിം അലൈഹിസ്സലാം. ആദ്യമായി കുതിരയെ വാഹനമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ഇസ്മായിൽ അലൈഹിസ്സലാം. 40-ാം വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് മാലാഖയുടെ ദർശനം ഉണ്ടായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? ഗബ്രിയേൽ. ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷം ഏത്? ഉത്തരം AD 622. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം പ്രശംസനീയമായ. ഇസ്ലാം മത വിശ്വാസമനുസരിച്ച് ദൈവം മുഹമ്മദ് നബിക്ക് ഗബ്രിയേൽ ദൂതനിലൂടെ നൽകിയ വെളിപാടാണ്? ഉത്തരം ഖുർആൻ. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച വർഷം. ഉത്തരം AD 632. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഹിജ്റക്ക് എത്ര വർഷം മുമ്പാണ്? ഉത്തരം 51 വർഷം. മുഹമ്മദ് നബിക്ക് മുലയൂട്ടിയത് എത്ര സ്ത്രീകളാണ്? ഉത്തരം 10. ഹജ്ജ് എന്നാൽ എവിടേക്കുള്ള തീർത്ഥാടനമാണ്? ഉത്തരം മക്ക. കർബാല യുദ്ധം നടന്ന വർഷം ഏത്? ഉത്തരം AD 670. മുഹമ്മദ് നബിയുടെ മൂത്ത പുത്രിയുടെ പേരെന്ത്? ഉത്തരം സൈനബ്. ഹിജ്റ എന്നാൽ എവിടേക്കുള്ള പാലായനമാണ്? ഉത്തരം മദീന. മക്ക കീഴടക്കിയത് ഏതു വർഷം? ഉത്തരം AD 630. ലോകത്തിൽ ഏറ്റവും അധികം വ്യക്തികൾ സ്വീകരിച്ചിട്ടുള്ള പേര് ഏതാണ്? ഉത്തരം മുഹമ്മദ്. ഹിജ്റക്ക് മുഹമ്മദ് നബിയോടൊപ്പം പോയ വ്യക്തി ആരാണ്? ഉത്തരം അബൂബക്കർ സിദ്ദീഖ്. ഇസ്ലാമിക് കലണ്ടറിലെ ഏത് മാസത്തിലാണ് ഹജ്ജ് തീർത്ഥാടനം നടക്കുന്നത്? ഉത്തരം ദുൽഹജ്ജ്.
വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര ബിസ്മികൾ ആണുള്ളത്? ഉത്തരം 114.